ഹലോ ഫ്രണ്ട്സ്, 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കാനിരിക്കെ ഋഷഭ് ഷെട്ടിയും മമ്മൂട്ടിയുമാണ് ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ജൂറിക്ക് വലിയ തലവേദന തന്നെയാണ് മമ്മൂട്ടി ഈ അടുത്തായി സൃഷ്ടിക്കുന്നത്. തുടർച്ചയായി നാഷണൽ അവാർഡ് ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടി എത്തുന്നുണ്ട്. ചില കാരണങ്ങൾ അദ്ദേഹം തഴയപ്പെടുകയായിരുന്നു. എന്നാൽ വീണ്ടും ഈ വർഷവും ഫൈനൽ റൗണ്ടിൽ മികച്ച മത്സരമാണ് ഋഷഭ് ഷെട്ടിയോടൊപ്പം മമ്മൂട്ടി കാഴ്ചവെക്കുന്നത്. മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കവും ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന ചിത്രവുമാണ് ഫൈനൽ റൗണ്ടിൽ പ്രവേശിച്ചത്. മികച്ച നടനായി ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് ജൂറിക്ക് വലിയ കൺഫ്യൂഷൻ തന്നെയായിരിക്കും. കാന്താരയും നൻപകൽ നേരത്ത് മയക്കവും വ്യത്യസ്ത കഥകളാണ് പറയുന്നത്. രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള സിനിമകൾ, രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള അഭിനേതാക്കൾ. ഇതിൽ ആരായിരിക്കും മികച്ച നടൻ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അതൊരു പ്രചോദനമാവും. മമ്മൂട്ടിക്കാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ലഭിക്കുന്നത്. മമ്മൂട്ടിക്ക് 4ാമത് ദേശീയ അവാർഡ് ലഭിക്കുമെന്നാണ് മലയാളക്കര ഒന്നാകെ സോഷ്യൽ മീഡിയയിലും മറ്റും പറയുന്നത്. കാന്താര എന്ന ചിത്രത്തിലൂടെ ഋഷഭ് ഷെട്ടി ഓൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ്. മികച്ച അഭിനയമാണ് അദ്ദേഹം ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ഒരു സീനിയർ താരവും ജൂനിയർ താരവും തമ്മിൽ തന്നെയാണ് നാഷണൽ അവാർഡിൽ മത്സരിക്കുന്നത്. ജൂറി ആരെ പരിഗണിക്കും, ആരെ തഴയും എന്നത് നമുക്ക് കണ്ടറിയാം. അടുത്ത വർഷത്തേക്കുള്ള ചിത്രം പോലും മമ്മൂട്ടി അണിയറയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ബ്രഹ്മയുഗം അടുത്ത റൗണ്ടിൽ, അടുത്ത വർഷത്തെ ഫൈനൽ റൗണ്ടിൽ എത്തുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള അവാർഡായി മമ്മൂട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ അടുത്ത വർഷം ബ്രഹ്മയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് അത് നേടിയെടുക്കാൻ കഴിയും. ജൂറിക്ക് വലിയ തലവേദന തന്നെയായിരിക്കും മമ്മൂട്ടി സൃഷ്ടിക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മികച്ച നടനുള്ള അവാർഡ് നേടുക? മമ്മൂട്ടി 4ാമതൊരു ദേശീയ അവാർഡ് കൂടി നേടിത്തരുമോ മലയാള സിനിമയ്ക്ക്? അതോ ഋഷഭ് ഷെട്ടിയോ?